ഇതൊക്കെ സംഭവിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ സംഭവം. ഇതൊക്കെ ഒരു ഹാപ്പനിങ് അല്ലേ? ഒരു ബ്ലെസ്സിങ് ആണ്, അത്രേ ഉള്ളൂ. അത് എനിക്ക് ശീലമാണ്. എൻ്റെ ആദരാഞ്ജലി എന്നുള്ള പാട്ട് സിനിമയിലില്ല, ഇല്ലുമിനാറ്റി സിനിമയിലില്ല, കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, മുരുകനും മോഹൻലാലും ഒന്നിച്ചു. അതെ, മുരുകനിൽ തുടങ്ങി, മുരുക ഭക്തിഗാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇടയ്ക്ക് വന്നത് മോഹൻലാൽ ഭക്തിഗാനമായി മാറിയോ എന്നൊരു സംശയം. വാഴ്ക്കൈ 80 അൻപിനിൽ എന്നുള്ള പാട്ട് അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അത് തമിഴന്മാർ കേട്ട് കഴിഞ്ഞാൽ 1960-കളിൽ ഇറങ്ങിയ ഒരു MS വിശ്വനാഥൻ സോങ് പോലത്തെ MGR-ന്റെ ഒക്കെ രമണി ഗണേശന്റെ ഒക്കെ ഒരു പാട്ട് പോലെ തോന്നും. അവർക്കത് ആസ്വദിക്കാൻ പറ്റണം, നൊസ്റ്റാൾജിക് ആയിട്ട് തന്നെ. എന്നാൽ മലയാളികൾ കേട്ട് കഴിഞ്ഞാൽ അത് ചിരിക്കണം. ജാടാന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്റെ പാട്ടായി. അത് ആര് തിരിച്ചു വന്നാലും, 2 കളി തോറ്റ ഒരു ടീം തിരിച്ചു വന്നാലും, മെസ്സി തിരിച്ചു വന്നാലും, റൊണാൾഡോ വന്നാലും ആർക്കും ഇതിടാ. നമസ്കാരം, വിനായക് ശശികുമാറാണ് മീഡിയ ഓണോടൊപ്പം. സ്വാഗതം ആൻഡ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തെനിക്ക് ഇൻട്രോ ഒന്നും ഇല്ലേ? ഡയറക്ട്ലി വിനായക് ശശികുമാറാണ്. അതുപോലെ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ലൈക്ക് ഒരു സിഗ്നേച്ചർ ആയില്ലേ? ആണോ? I guess so. ഇൻട്രോ പഠിക്കാത്തതിന് ഓരോരോ കാരണങ്ങളെ, ഓരോരോ പാഷൻ. ശരി ശരി, എന്നാ ഇൻട്രോ വേണോ? ഒന്ന് ഒരു ഇൻട്രോ പറഞ്ഞേ. ഇൻട്രോ വേണല്ലേ? ഞാനായിരുന്നാവും പിന്നെ. ഓക്കെ, ഞാൻ ഇൻട്രോ ആയിട്ടല്ല, പക്ഷെ ഇൻട്രോ പോലെ കരുതിയിരുന്ന ഒരു 2 ലൈൻസ്, ലിറിക്സിലെ 2 ഭാഗങ്ങളുണ്ട്. എനിക്ക് കാണാണ്ട് പറയാൻ അറിയില്ല, ഞാൻ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. കാഹളങ്ങൾ കാതിലാളും, കൈത്തടങ്ങൾ ജ്വാലയാകും ഭൂമി, വീണ്ടും താരകങ്ങൾ സാഗരങ്ങൾ, ജാലകങ്ങൾ ഗോപുരങ്ങൾ, പൂവുകൾ മോഹങ്ങൾ. എന്തൊരു ഹോപ്പാണ് നിങ്ങള്! ഭയങ്കര ഹോപ്പ് ആ വരികളിൽ ഫീൽ ചെയ്യും. റെക്സിന്റെ മ്യൂസിക്കും കൂടെ വന്ന് അതിങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ലൈക്ക് എന്താ പറയാ, നമ്മള് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കേൾക്കുന്ന പാട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കയ്യിലുള്ള ഒരു പാട്ടാണത്. ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ? ഹോപ്പല്ലേ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇതെന്റെ സിനിമയിൽ വന്നിട്ടുള്ള സെക്കൻഡ് സിനിമയും 3ാമത്തെ പാട്ടുമാണ്. അപ്പോൾ സിനിമയിലേക്ക് അന്ന് എനിക്ക് 18 വയസ്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറേ ഹോപ്പും ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ആർട്ടിസ്റ്റായിട്ട് കടക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ചിലപ്പോൾ വന്ന വരികൾ ആയിരിക്കും അത്. ഭയങ്കര പീക്കാണ് ആ സമയത്ത്. സമീർ തായറിന്റെയും സെക്കൻഡ് മൂവി ആയിരുന്നല്ലോ, ലൈക്ക് ഒരു റോഡ് ട്രിപ്പ്. ഈ ആദ്യമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് എഴുതിയ ലിറിക്സ് സ്ക്രീനിൽ കാണുന്നു, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? അന്ന് ഈ പറഞ്ഞ വീട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോയി തിയേറ്ററിൽ ഫസ്റ്റ് സിനിമ കാണുക, പേരെഴുതി വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുക എന്നൊക്കെയുള്ളതായിരുന്നു എക്സൈറ്റ്മെന്റ്. കുറച്ചധികം സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി ഫസ്റ്റ് കണ്ടിരുന്നു. ഇപ്പൊ കുറവാണ്, ഏറെക്കുറെ ഒരു 5 ഉണ്ടെങ്കിൽ 1-2 തിയേറ്ററിൽ പോകും. കാരണം അടുത്തതിലേക്ക് നമ്മൾ കടന്ന് അങ്ങനെ പോകും. ലൈഫ് ഇങ്ങനെ സമയം പോകുന്ന അറിയുന്നില്ല ഇപ്പൊ. അല്ല, അന്നത്തെ എക്സ്പീരിയൻസാ പറഞ്ഞു. അന്ന് ഈ പറഞ്ഞ പോലെ വലിയ കാര്യമാണല്ലോ ബിഗ് സ്ക്രീനിൽ നമ്മുടെ പേരെഴുതി വരിക, അതുപോലെ പോസ്റ്റേഴ്സിൽ നമ്മുടെ പേരെഴുതി വരിക. അതിപ്പോഴും ഉണ്ട്. പിന്നെ ഹോർഡിങ്സിലും ഒക്കെ പോകുമ്പോൾ, റോഡ് സൈഡ് പോസ്റ്റേഴ്സിലൊക്കെ പോകുമ്പോൾ എത്ര പേര് ക്രെഡിറ്റ്സ് ഒക്കെ വായിക്കുന്നറിയില്ല, പക്ഷെ നമ്മുടെ ക്രെഡിറ്റ്സ് അതിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളിരുന്ന് വായിക്കുമല്ലോ. അന്ന് പിന്നെ ഒരു സോളോ ക്രെഡിറ്റ് കിട്ടാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നു. അന്ന് എനിക്ക് ഒരു സിനിമയിൽ എല്ലാ പാട്ടൊന്നും കിട്ടില്ല. ആദ്യത്തെ കുറേ സിനിമകളിൽ ഒരു പാട്ടൊക്കെ കിട്ടുള്ളൂ. ചില സിനിമകളിൽ ഒന്നിൽ കൂടുതൽ പാട്ട് കിട്ടും, പക്ഷെ മറ്റേ പാട്ട് എഴുതിയിരിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള വേറൊരു ലിറിസിസ്റ്റ് വല്ലതും ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ആദ്യം വരും. അപ്പോൾ അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ തണലിൽ ഞാൻ ഉണ്ടാവും. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സിനിമയിലൊരു സോളോ ക്രെഡിറ്റ് ലിറിക്സ് വിനായക് ശശികുമാർ മാത്രം വരാൻ വേണ്ടി പിന്നെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു 12ാമത്തെ സിനിമ എന്തോ ആയപ്പോൾ, എനിക്കൊന്ന് കരിങ്കുന്നം സക്സസ് എന്നുള്ള സിനിമയിലാണെന്ന് തോന്നുന്നു ലിറിക്സ് വിനായക് ശശികുമാർ മാത്രം കണ്ടിട്ടൊരു അതിന്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചത് ഇപ്പോഴും ഓർക്കുന്നു പിന്നീട്. പക്ഷെ ഇപ്പൊ നോക്കൂ, സ്പോട്ടിഫൈയില് ജസ്റ്റ് വിനായക് ശശികുമാറിന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ വരുന്നു. ഇപ്പൊ ഉള്ള ഒരു മൊമെന്റ് ഇല്ലേ, ഈ ഓണത്തിന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ലൈക്ക് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ചും ഓണം തന്നെ, ഓണം മൂഡിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു പൊസിഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ജീവിതത്തിലെ, അതിനെങ്ങനെയാ കാണണേ? ഒന്നുമില്ല, ഐ എം ഹാപ്പി ടു ബി ഹിയർ എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്ത് പോയ ജീവിതമൊന്നുമല്ല. ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നു. ഇടയ്ക്ക് കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ ഒരു ആകത്തുക പോലെ ഈ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ ഒക്കെ പറയുന്ന പോലെ ഇതൊക്കെ സംഭവിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ സംഭവം. ഇതൊക്കെ ഒരു ഹാപ്പനിങ് അല്ലേ? ഒരു ബ്ലെസ്സിങ് ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ തുടരിൽ തന്നെ ഈ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്താ,
തുടരുമില്ല തന്നെ ഒരു ആഘോഷമായിട്ട് ആ പാട്ട് മാറുകയുള്ളൂ. ഇപ്പം ലാലേട്ടന് വേണ്ടിയുള്ള ഒരു കൊണ്ടാട്ടമായിട്ട് അത് മാറുന്നു. അത് പ്രത്യേകിച്ചും ലാലേട്ടന്റെ പോലും ആ പീക്ക് ടൈമാണ്. തുടരും വരുന്നു, ലൈക്ക് പെർഫോമൻസിലും എല്ലാം ആ ഒരു പീക്ക് മൊമെന്റിലേക്ക് എത്തുമ്പോഴാണ് ഈ പാട്ടുമായിട്ട് വരുന്നത്. അപ്പോഴാണ് വിനായകന്റെ പാട്ടും ആ സിനിമയിലേക്ക് എത്തുന്നത്. അത് പിന്നീട് ഉണ്ടാക്കിയ ഒരു സെലിബ്രേഷൻ മോഡ് ഉണ്ടല്ലോ, അതിന്റെ ഫീൽ എന്തായിരുന്നു? ഐ നോ ദാറ്റ് യു ആർ എ ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻ അല്ലേ? ഉറപ്പായിട്ടും. അല്ല, ഇത് നമ്മള് ചെറുതിലെ മുതലേ എനിക്ക് പാട്ട് എഴുതാൻ തുടങ്ങുന്ന പോലെ കൊതിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇന്ന ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം, ഇപ്പൊ ലാലട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണം. ഇത് സംഭവിക്കാൻ അതിൻ്റെതായ സമയം എടുത്തു, കുറേ സമയം എടുത്തു. പിന്നെ ആക്ടേഴ്സ് നമ്മുടെ പാട്ട് ലിപ്പ് ചെയ്ത് പാടുമ്പോൾ കിട്ടുന്ന ഫീല് വളരെ സ്പെഷ്യലാണ്. അത് പക്ഷെ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മലയാളത്തിൽ പ്രത്യേകിച്ച് ലിപ്സിംഗ് ഉള്ള പാട്ടുകൾ തന്നെ നമുക്ക് കൊതിച്ചാൽ പോലും പലപ്പോഴും മൊണ്ടാജ് സോങ്സ് ആണ് ഇപ്പൊ സിനിമ വരുന്നതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു പാട്ട് വീണ് കിട്ടുക, ഇത് രണ്ടും കൂടെ. ലാലട്ടന്റെ കുറെ സിനിമകളിൽ ഈ കഴിഞ്ഞ കുറെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്തു. ദൃശ്യം 2 ആണെങ്കിലും 12th മാൻ ആണെങ്കിലും ജിത്തു ജോസഫിന്റെ കുറെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തു. അതല്ല ലാലട്ടൻ ഡയറക്ട് ചെയ്ത ബാരോസിലും ബ്രോഡാഡിയിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ലിപ്പ് ചെയ്തൊരു പാട്ട് വരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് കൊണ്ടാട്ടം എന്നുള്ള പാട്ട്. അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു, ലിപ്പ് ചെയ്യുന്നു. അപ്പോ ഇത് തരുൺ ആദ്യമേ പറഞ്ഞു സിനിമയിലില്ല ഈ പാട്ട്. തോന്നിയോ? അത് എനിക്ക് ശീലമാണ്. എന്റെ ആദരാഞ്ജലി എന്നുള്ള പാട്ട് സിനിമയിലില്ല, ഇല്ലുമിനാറ്റി സിനിമയിലില്ല. സിനിമയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇറക്കുമല്ലോ സിനിമയ്ക്ക് മുമ്പേ ഇറക്കില്ല. സിനിമയ്ക്ക് മുമ്പ് ഇറക്കിയ എന്താ പ്രൊമോ സോങ് പിന്നെ സിനിമ കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഈ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, കുറച്ച് ഒതുക്കി കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ച്. അപ്പോൾ വേറൊരു മൂഡിലാണ് പ്രൊമോഷൻ പോകുന്നത്. ഇപ്പോഴേ കൊണ്ടാട്ടം ഇറക്കിയിട്ട് ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ കഴിഞ്ഞുള്ള ഞായറാഴ്ചയെങ്കിലും, വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞായറാഴ്ചയെങ്കിലും ഒന്ന് ഇറക്കണം പ്ലീസ്, അല്ലെങ്കിൽ പിന്നെ വച്ചിട്ടിരുന്ന കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമ ഇറങ്ങാൻ വേണ്ടി, സിനിമ ഹിറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹിറ്റായി കഴിയുമ്പോൾ ഒരു സെലിബ്രേഷൻ സോങ് ആവും. പ്രൊമോ സോങ് മാറി പിന്നെ സക്സസ് സെലിബ്രേഷൻ സോങ്ങിന്റെ മൂഡിലായിരിക്കും ആൾക്കാർ കാണുക. പിന്നെ ഈ സിനിമ ആദ്യം ജനുവരിയിൽ ഇറങ്ങാൻ ഇരുന്നിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടായി. ആ ഡിലേ ആക്ച്വലി ഈ പാട്ടിനെ ഹെൽപ്പ് ചെയ്തു. ഈ പാട്ട് നമുക്കൊന്ന് ഫൈനൽ ചെയ്യാനും പിന്നെ അത് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യില്ലായിരുന്നു, ഒരു ലിറിക് വീഡിയോ മാത്രം വന്നേനെ. ഇതിപ്പോ ലാലട്ടനൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് 2 ദിവസം അതിന്റെ ഷൂട്ടിന് വരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എറണാകുളത്തിന്റെ ഒരു ഫ്ലോറിലാണ് എല്ലാവരും കൂടെ, ശോഭന മാം, MG ശ്രീകുമാർ, പിന്നെ എൻ്റെ ക്രൂ അതിനകത്ത് ഞാനും തല കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഷോട്ടില്. അപ്പൊ ജെയ്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ അങ്ങ് സംഭവിച്ചു. അതെ, ആദ്യം ഇറങ്ങാതിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഹെയ്റ്റ് വന്നു. സിനിമയ്ക്ക് സെയിൽ ചെയ്യാനുള്ള വാല്യൂ ഇല്ല എന്നൊക്കെ തുടങ്ങിയിട്ടില്ല. അവിടെ നിന്നാണ് പിന്നീടുള്ള വരവ്. ആ സമയത്ത് പോലും ഇല്ലുമിനാട്ടിയിലെ വരികള് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ BGM ആയിട്ട് പോലും. ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ലൈക്ക് ഒരു സമയത്ത് ചെയ്തു വെച്ച വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ആളുകൾക്ക് ടാഗ് ലൈൻ ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഫീലില്ലേ? അത് ആവേശം ചെയ്തതിന്റെ ഒരു ബോണസാണ്. ആവേശത്തിലെ ജാഡ എന്നുള്ള പാട്ടെടുത്താലും ഇല്ലുമിനാറ്റി എടുത്താലും ഒക്കെ ഫാൻ ആന്തംസിന് പറ്റിയത്. ഇപ്പൊ ജാഡ എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്റെ പാട്ടായി. ആര് തിരിച്ചു വന്നാലും, 2 കളി തോറ്റ ഒരു ടീം തിരിച്ചു വന്നാലും, മെസ്സി തിരിച്ചു വന്നാലും, റൊണാൾഡോ വന്നാലും ആർക്കും ഇതിടാം. അപ്പൊ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഇപ്പോ ഈ ട്രോൾസ് ഉണ്ടാക്കുന്നവരും ഈ റീൽസ് ഉണ്ടാക്കുന്നവരും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. അപ്പൊ അവരിത് വേറെ രീതിയിൽ പ്ലേസ് ചെയ്ത് കാണുമ്പോൾ ഇതിങ്ങനെയും അതിന്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, നേരത്തെ ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോ എഴുതുമ്പോൾ തന്നെ ഇതിന് അങ്ങനെ റീല് വരും, ഇങ്ങനെ റീല് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ അതിന്റെ റിസൾട്ട്. ഇത് മുന്നേ സുഷിൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഈ ആവേശത്തിലെ പാട്ട് ഇറക്കുന്ന സമയത്ത് ഇത് അടിക്കണം, ഇത് ട്രെൻഡിങ് ആവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അത് വന്നത്. ഇപ്പോഴും എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തീരുമാനിച്ചിറക്കുന്ന പാട്ടുകളുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഈ ഓണം മൂഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഓണത്തിന് പൊക്കോണ്ടിരിക്കുന്ന ആ പാട്ട് അങ്ങനെ ചെയ്തത്. അത് സാഹസം എന്ന് പറഞ്ഞൊരു സിനിമയിലെയാണ്. ആവേശത്തിനും സാഹസത്തിനും ബേസിക്കലി 2 ഡിഫറൻസ് ഉണ്ട്. ആവേശം ഓൾറെഡി വിസിബിലിറ്റി ഉള്ളൊരു സിനിമയാണ്. ഫഹദ് അഭിനയിക്കുന്നു, വ്യോമാജിത്തിന്റെ ഡയറക്ടറിന്റെ ജിത്തുവിന്റെ അടുത്ത പടം, അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സുഷിന്റെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആവേശം എല്ലാവരും കാണും. വിഷുവിന് ഇറങ്ങുന്ന സിനിമ കാണും. അപ്പൊ വിസിബിലിറ്റി ഉള്ളൊരു സിനിമയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓൾറെഡി. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് അവിടെ ഉണ്ട്. നമ്മൾ എഴുതുന്ന എന്തായാലും ആൾക്കാർ കേൾക്കും. സാഹസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സാഹസം എന്ന് പറയുന്ന സിനിമ ടോപ്പ് ടയർ സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയല്ല, ടാലന്റഡ് ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ആണ്. പക്ഷെ അതിന് നമ്മൾ പാട്ട് കാരണം ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അതിന്റെ പ്രൊമോ സോങ് ആണ് ഈ ഓണം മൂഡ്. അപ്പൊ നമ്മൾ എക്സ്ട്രാ കുറച്ച് കൊമേഴ്ഷ്യൽ ആവണം. നമ്മൾ നേരത്തെ റീൽസിൽ ഇത് വർക്കാവില്ലെന്നും ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തൊരു പാട്ടാണ് ശരിക്കും. ഞാനും എൻ്റെ മ്യൂസിക് ഡയറക്ടർ ബിബിൻ അശോകും കൂടി ഇരുന്നിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആവാൻ എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ച് ആ ഒരു പാട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുത്തൊരു പാട്ടാണ് ഈ ഓണം മൂഡ് എന്നുള്ള പാട്ട്. ഇതിന് നേരെ തിരിച്ച് ഇപ്പൊ റേ വന്ന സമയത്ത് അത് ഒട്ടും ഈ കൊമേഴ്ഷ്യൽ വാല്യൂ ഒന്നുമില്ലാതെ, ഐ മീൻ സോ കോൾഡ് കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാതെ
ഭയങ്കര സൂത്തിങ് ആയിട്ട് പോകുന്ന പാട്ടാണ്. ഇതിൽ ഭയങ്കര രസമായിട്ട് തോന്നിയൊരു സംഗതി അതിനകത്ത് കൂണുകളെ പറ്റി പറയുന്നില്ലേ, തുലാകാലത്തെ കുട നീട്ടുന്ന പോലെ. തുലാകാലം കുട പോലെ നീട്ടുന്ന ചെറു കൂണിൻ നിരകൾ. അതെന്ത് രസമായിട്ടാണ് ഈ സംഗതികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇമേജുകൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ ലിറിക്സില്. ഇപ്പൊ കൂണെന്ന് പറയാൻ നമുക്ക് സ്വാഭാവികമായിട്ട് ചെറുതായിട്ട് പറഞ്ഞാൽ മതി, അവിടെ ഒരു കൂണുണ്ടായിരുന്നു, കൂണുകൾ നിറഞ്ഞിരിക്കുന്നു, മഴക്കാലമാണ്. പക്ഷെ ഇതിനെ ഇത്തരം കോംപ്ലക്സ് ആക്കി കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ഇല്ലേ, വിനായക് എങ്ങനെ ഇത്ര ഇമേജിലേക്ക് എത്തുന്നത്? സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ സുഷിനോട് ഈ പാട്ട് ശരിക്കും സിനിമാ പാട്ടല്ല. റേ എന്ന് പറഞ്ഞ സുഷിൻ ആദ്യമായിട്ട് ചെയ്തൊരു ആൽബം അല്ലെങ്കിൽ ഒരു സിംഗിൾ എന്ന് പറയുന്ന ഒരു വർക്കാണ്. അപ്പൊ അതിൽ എന്നോട് പറഞ്ഞത് ഹിറ്റിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട. ചില പാട്ടുകൾ സുഷിൻ അത് പറയും, ഇതിന് കൊമേഴ്ഷ്യൽ നേച്ചർ ആലോചിക്കണ്ട, ഹിറ്റ് ആവണമെന്നൊരു നിർബന്ധമില്ല, ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ എന്ന് മാത്രമേ പറഞ്ഞു. അപ്പൊ എനിക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം ഈ ട്യൂൺ ആദ്യം ഉണ്ടായിട്ടാട്ടോ വരി എഴുതുന്നത്. അപ്പൊ ട്യൂൺ അയച്ചു തരും. അപ്പൊ അത് ഞാൻ ഈ പാട്ട് റേ എന്നുള്ള പാട്ട് ഞാൻ വളരെ സൈലന്റ് ആയിട്ടൊരു സ്പേസിൽ പോയിരുന്നിട്ട് കുറെ തവണ ഇങ്ങനെ കേട്ടു. നമ്മൾ അതിൽ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ ആ ട്യൂൺ ഇങ്ങനെ ആവാഹിക്കുക, അങ്ങനെ പീസ്ഫുൾ ആയിട്ട് അതിങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോൾ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സെൽഫ് ഡിസ്കവറി ആണ് ശരിക്കും ആ പാട്ടിന്റെ ഒരു തീമായിട്ട് ഞാനത് കണ്ടത്. എൻ്റെ ഇന്റർപ്രിട്ടേഷന് വിട്ടു വന്നു. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഡിസ്കവറി വെച്ചിട്ട് പിന്നെ അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, അതെ, അതിലേക്ക് എങ്ങനെ എത്തുന്നത്? പ്രത്യേകിച്ചും അത് ആദ്യം വിഷ്വൽ ചെയ്തിട്ട് എനിക്ക് എഴുതാൻ കിട്ടുന്നത്. ആണോ? അവരൊരു തീം വെച്ചിട്ട് വിഷ്വൽ ചെയ്തു. അപ്പൊ വിഷ്വലും ട്യൂണും ഉണ്ട്, അതിലേക്ക് ലിറിക്സ് കൊടുക്കുകയാണ് അത് ചെയ്തത്. ലിറിക്സ് കൊടുക്കുക. അപ്പൊ അതിലൊരു ഏലിയൻ ബോയ് വരുന്നു, അതിവിടെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടിയായിട്ട് ഫ്രണ്ട് ആവുന്നു. നാട്ടിൻപുറത്തുള്ള കുട്ടിക്ക് തന്നെ ഒരു ബ്ലൂ ഹെയറാ എന്ന് പറഞ്ഞാൽ ബാക്കി കുട്ടികളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ് ഈ കുട്ടി. അവനെ തുറച്ചു നോക്കുന്ന കുട്ടിയാ. അപ്പൊ അവനെ മനസ്സിലാക്കുന്ന ഒരു ഏലിയൻ വരുന്നു. ആ ഏലിയനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവനെ തന്നെ ഡിസ്കവർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതാണ് ഞാൻ അതിന്റെ അടുത്ത സ്റ്റാൻസിൽ ഈ പുറംതോടിനുള്ളിൽ നുഴയും മണലെ, നമ്മൾ ഈ മുത്തുണ്ടാവുന്നതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു ഔട്ടർ ഷെല്ലിന്റെ അകത്തേക്ക് കടലിൽ ഒരു മണല് കയറുന്നു. ആ മണൽ അകത്തേക്ക് പോയിട്ട് ഒരു ഏലിയനാണ് ഈ മണല്. അപ്പൊ അത് ഇതിന്റെ അകത്തേക്ക് പോയിട്ട് ഫ്യൂസ് ആയിട്ടാണ് ശരിക്കും അതിന്റെ ഉള്ളിൽ ഈ നമ്മുടെ പേൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ പേൾ ഫോർമേഷൻ ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരു ഏലിയൻ ആയിട്ട് ഒരു മണൽ വന്ന് നമ്മൾ അകത്ത് തന്നെ നമ്മളെ സെൽഫ് ഡിസ്കവർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഇമേജസ് കിട്ടുന്നത് എനിക്ക് ഇത്തരം ചിന്തകളിൽ നിന്നാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര സൂത്തിങ് ആയിട്ട് പോകുന്ന, സൈലന്റ് ആയിട്ട് ഇപ്പോഴും കേൾക്കാത്ത കുറെ പേരുണ്ട്. റേ പോയിട്ട് കേൾക്കുക. ഓണമൂട് അവിടെ രണ്ട് ഏകദേശം ഒരു ദിവസം ഇറങ്ങിയത്. അപ്പൊ ഓണമൂട് അവിടെ കൊമേഴ്ഷ്യലി പോകുന്നു, ആ സമയത്ത് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതുമായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു പാട്ട് ഇറങ്ങുന്നു എന്നുള്ള സന്തോഷം, രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള സന്തോഷം. ഈ ബാലൻസിങ് പൊതുവെ ഇപ്പൊ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത് കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് വേണ്ടിയുള്ള കൊമേഴ്ഷ്യൽ പാട്ട് ഉണ്ടാവുന്നു, പറഞ്ഞ പോലെ സാഹസത്തിലെ പാട്ട് വന്ന പോലെ ഡാൻസ് കളിക്കാനായിട്ടൊരു പാട്ട് വരുന്നു, അല്ലെങ്കിൽ ആ പഴയ മൂഡിലേക്ക് കൊണ്ടുവന്ന പാട്ട് വരുന്നു. ഓൺ ദ അതർ ഹാൻഡ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഡിപെൻഡന്റ് വർക്കുകൾ വരുന്നു. കമ്പാരിറ്റീവ്ലി അതിന് കുറച്ചുകൂടെ സ്പേസ് വരുന്നുണ്ടല്ലോ. ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സംഗതികൾ ഒന്നിച്ച് വരുന്ന ഒരു സ്പേസ് ആയിട്ട് മലയാളം മ്യൂസിക് ഇൻഡസ്ട്രി മാറുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിലും ഇപ്പോൾ മലയാളം വളരെ ലീഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള നമുക്കറിയുന്ന വേടനാണെങ്കിലും ഡാബ്സി ആണെങ്കിലും ഒരുപാട് പേരെ അവർ സെലിബ്രിറ്റീസ് ആയി മാറിക്കഴിഞ്ഞു. അവർ സെലിബ്രിറ്റീസ് ആയതിനു ശേഷമാണ് സിനിമയിലേക്ക് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ അവർ ഫിലിമിൽ കുറേ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ട്രാക്സ് ചെയ്തല്ല അവർ സെലിബ്രിറ്റീസ് ആയത്. ഓൾറെഡി അവരുടെ പേരെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വരുന്നുണ്ട്. ഐ വിഷ് ഹിപ്പ് ഹോപ്പ് അല്ലാത്ത ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആർട്ടിസ്റ്റുകൾക്ക് കൂടെ ഒരു വളർച്ച അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു കാരണം ആളുകൾക്ക് എപ്പോഴും നല്ല പാട്ടുകൾ വേണം. അത് ഡെലിവർ ചെയ്യാൻ ഇവിടെ സിനിമ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇവിടെ. കാരണം സിനിമയുടെ ജോലി പാട്ടുണ്ടാക്കലല്ല. ആക്ച്വലി നമ്മൾ പണ്ട് മുതലേ ഒരുപാട് നല്ല സിനിമാ പാട്ടുകൾ കേട്ട് ശീലിച്ചത് കൊണ്ട് നമ്മുടെ ഒരു വിചാരം സിനിമയിൽ കൂടെ തന്നെ നല്ല പാട്ടുകൾ വേണമെന്നാണ് ആസ് എ ബഞ്ച് ഓഫ് ലിസണേഴ്സ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ സിനിമ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. സിനിമയ്ക്ക് ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, പിന്നെ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സോങ്സേ ഒരു സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നല്ല നല്ല പാട്ട് ചെയ്തേക്കാം, 4 പാട്ട് ചുമ്മാ ആഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അവസരത്തിന് ഇണങ്ങാത്ത പാട്ടുകളൊന്നും സിനിമ വരുന്ന പരിപാടി ഇപ്പൊ ഇല്ല, ലിറ്ററലി ഇല്ല. അപ്പോ ഇത്ര പാട്ടുകൾ വേണം എന്നുള്ള കൗണ്ട് ഒന്നും ഇല്ല. അപ്പോ പാരലി ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് സ്ട്രീം വളർന്നു വന്നാൽ അതിൽ നിന്നും ഇതിൽ നിന്നും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലിറിക്സ് എല്ലാം വരും. ഈവൻ ഹനുമാൻ കൈൻഡ് പോലും ആവേശത്തിൽ പാടിയതിനു ശേഷമാണെന്ന് തോന്നുന്നു
അല്ലേ മറ്റേ പാട്ടുകള് പോപ്പുലറൈസ് ചെയ്ത്. അതെ 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 അതെ, മറ്റേ ബിഗ് ഡോഗും അതൊക്കെ ആ സമയത്ത് ഇറങ്ങിയത്. പിന്നെ അതിന് മുമ്പത്തെ പാട്ടുകളൊക്കെ ഇപ്പോൾ ആൾക്കാർ തെരഞ്ഞു പോയി കേൾക്കുന്നുണ്ട്. അതെ. ഈ ഇല്ലുമിനാട്ടിയിൽ തന്നെ ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ലിറിക്സിൽ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം ബോംബെ നഗരം ഇവൻ വരുന്നതിനെ സ്വപ്നം കാണും. അപ്പം ഇത് ഫഹദ് ഫാസിലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വായന ഉണ്ടായിട്ടുണ്ട്. അതായത് ലൈക്ക് ആക്ടറിന്റെ പേഴ്സണൽ സിഗ്നേച്ചർ ആണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ള വായന ഉണ്ടായിട്ടുണ്ട്. തോന്നുന്നു തമിഴില് അനിരുദ്ധൊക്കെ ചെയ്യുന്ന പാട്ടുകളിൽ പലപ്പോഴും ഇപ്പം രജനീകാന്തിനായിട്ടുള്ള പാട്ടുകളിൽ പലപ്പോഴും അങ്ങനെ വരാറുണ്ട്, തലൈവർക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. മലയാളത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ലിറിക്സിൽ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് പിന്നെയും സംഭവിച്ചതായിട്ട് തോന്നിയത് ഇലുമിനാറ്റിയിലാണ്. ഇതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണോ അതോ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലേ? ഇലുമിനാറ്റിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല. ഇലുമിനാറ്റിയിലെ ഓരോ വരിയും രംഗണ്ണനെ പറ്റിയുള്ള ആവേശത്തിന്റെ ക്യാരക്ടറിനെ പറ്റിയുള്ള വരികളാണ്. കാരണം പുള്ളി ഒരു ഡോൺ ആണല്ലോ, പക്ഷെ ബാംഗ്ലൂർ ബേസ്ഡ് ഡോണാണ്. പക്ഷെ നമ്മൾ അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റിലേറ്റ് ചെയ്യുന്നത് ബോംബെ അണ്ടർവേൾഡ്, ഏറ്റവും വലിയ അണ്ടർവേൾഡ്, നമ്മൾ കേട്ട് പേടിച്ച മറ്റേ വലിയ ഡോണുകളൊക്കെ ഉള്ളത് ധാരാവിയിലാണ്. അപ്പോൾ അവര് രംഗണ്ണനൊന്നും അവിടെ വന്നിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണും എന്ന രീതിക്കാണ് ആ ലൈൻ അപ്രോച്ച് ചെയ്തത്. അവിടെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആക്ച്വലി ചെയ്തിട്ടില്ല. പക്ഷെ അതിലെ അർമാദം എന്ന് പറഞ്ഞ പാട്ടില് കേക്ക് മുറിക്കുന്ന ഒരു ഇതിനകത്ത് മറ്റേ ഇരു കണ്ണിനഴകെ എന്നൊക്കെ പറഞ്ഞ് അത് വേണമെങ്കിൽ ഫഹദിന്റെ കണ്ണുമായിട്ട് ചേരുമല്ലോ. കാരണം കേക്കിനകത്ത് തന്നെ ഈ രംഗണ്ണന്റെ ഫോട്ടോ ആണുള്ളത്, അത് തന്നെ രംഗണ്ണൻ മുറിക്കുന്ന അങ്ങനെ കോമഡി സീനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഹാഫ് ഉദ്ദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കൊണ്ടാട്ടത്തിലെ കുറച്ച് ലൈൻസ് ശരിക്കും ലാലേട്ടന്റെ കാര്യം, ഈ കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം, മുരുകനും മോഹൻലാലും ഒന്നിച്ചു. അതെ അതെ, മുരുകനി തുടങ്ങി മുരുക ഭക്തിഗാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇടയ്ക്ക് വന്നത് മോഹൻലാൽ ഭക്തിഗാനമായി മാറിയോ എന്നൊരു സംശയം. ഉള്ളിലുള്ളത് ഇങ്ങനെ പുറത്തു വരുന്നതാണ്. അങ്ങനെയല്ല, നമ്മള് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ എന്ന് നേരത്തെ അങ്ങനെ ഞാൻ എന്നെ സ്വയം ടാഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാവരുടെയും ഫാൻസ് ആണ്. നമ്മൾ എന്റർടൈൻ ചെയ്ത എല്ലാ ആക്ടേഴ്സിന്റെയും, ഞാൻ ആക്ടേഴ്സിനേക്കാളും കൂടുതൽ ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുടെ ഫാനാണ്. അതായത് ഡയറക്ടർ, റൈറ്റേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ലിറിസിസ്റ്റ്, ഇവര് ക്രിയേറ്റേഴ്സിന്റെ ആണ് കൂടുതൽ ഞാൻ ശരിക്കും ഫാൻ എന്നുള്ള. എനിക്ക് ടാഗുകൾ ശരിക്കും ധോണിയുടെ കാര്യത്തിലും വിദ്യാസാഗറിന്റെ കാര്യത്തിലാണ്. എന്നെ കൂട്ടുകാരൊക്കെ പണ്ടുപോലെ ഇവൻ ധോണി ഫാനാണ്, ഇവൻ വിദ്യാസാഗർ ഫാനാണെന്നാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ വിളിച്ചിട്ടുള്ളതൊക്കെ കുറച്ച് ഡയറക്ടേഴ്സിന്റെ ഫാൻസ് ആയിട്ടാണ്, അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ പക്ഷെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇരുന്ന് കാണുന്ന, ഞാൻ കുറെ പാട്ട് കേൾക്കുന്ന ആളാണ്. പാട്ട് കേട്ടാൽ മാത്രം പോലും എനിക്കിരുന്ന് കാണണം, വീഡിയോ അടക്കം. അപ്പൊ ഈ 80s-ലെയും 90s-ലെയും ഒക്കെ പല, ഈവൻ 2000s-ലെയും പല പാട്ടുകളും ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഇരുന്ന് വീഡിയോ ഇട്ട് തന്നെ വീണ്ടും കാണും. പക്ഷെ അപ്പൊ നമുക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നില്ലേ ചിലതൊക്കെ? ലൈക്ക് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇട്ട് നോക്കും, പഴയ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടുകൾ ചിലത് നമ്മൾ വിചാരിക്കുന്ന വിഷ്വൽ ആയിരിക്കില്ല വരുന്നത്. പക്ഷെ ഈ പറഞ്ഞില്ല, മോഹൻലാൽ അഭിനയിച്ച പഴയ പാട്ടുകൾ നമ്മൾ എത്ര കണ്ടാലും വീണ്ടും കാണുമ്പോൾ പുതിയ എന്തെങ്കിലും നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ആരാധന എനിക്കൊന്ന്, ഈ കൊണ്ടാട്ടം സിനിമയിലുള്ള പാട്ടല്ലല്ലോ, അപ്പൊ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ബ്രേക്ക് ചെയ്താണ്. ഈ പറഞ്ഞ പോലെ ലിറിസിസ്റ്റിന്റെ പേര് നോട്ടീസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരുപാട് ലിറിസിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്പെസിഫിക്കലി ഒരു പാട്ട്, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ആരായിരുന്നു എഴുതിയത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പം വിനായക് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്വിസ് ഇടുന്നുണ്ട്, ലൈക്ക് യു ഷുഡ് നോ ദ ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ഇത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണല്ലോ, നമ്മൾ എത്രത്തോളം ബിഹൈൻഡ് ദ സോങ്. ഓക്കെ, സ്പെസിഫിക്കലി പറയുമ്പം ഈ പാട്ടിന് പുറകിൽ ഒരു കൊളാബറേറ്റീവ് വർക്കാണ് ഉണ്ടാവുന്നത്. അതിൽ എത്രത്തോളം സിഗ്നിഫിക്കൻസ് ലിറിസിസ്റ്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടി വരുന്നുണ്ട്? വളരെ മുമ്പ് ഇതുണ്ടായിരുന്നു. നമ്മൾ ആകാശവാണി കാലത്ത് നമ്മൾ ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, ഇത് കേട്ടിട്ട് ആളുകൾക്ക് ഏറെക്കുറെ അറിയാം വയലാർ എന്നുള്ള പേര്. വയലാർ ഇപ്പൊ ഒരു ഐക്കോണിക്, വയലാർ എഴുതുമോ ഇതുപോലെ എന്നുള്ളതൊരു വലിയ സോഷ്യൽ മീഡിയ ഫ്രൈസ് ആയി മാറിക്കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വയലാറിനെയും പി ഭാസ്കരനെയും ശ്രീകുമാരൻ തമ്പിയൊക്കെ ആൾക്കാർക്ക് അറിയാം. പിന്നെ ONV അറിയാം, പിന്നെ കൈതപ്പുറത്തെയും ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ അറിയാം. പക്ഷെ ഇതിൽ ഏത് പാട്ട് കൈതപ്പുറം എഴുതി, ഏത് പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതുന്ന ആൾക്കാർക്ക് അറിയോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടാണ് ഞാൻ ക്വിസ് ഇടാൻ തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ഇതിലൊരു 40,000-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവരെന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ ലിറിസിസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്താണല്ലോ. അതിൽ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? ലിറിസിസ്റ്റിനെ അറിയുന്ന ആൾക്കാരാണ് എന്നെ ഫോളോ ചെയ്യുക. അതിൽ തന്നെ ഇതറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ക്വിസ് ഇട്ടോണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് ശരിയാക്കുന്നുണ്ട്, എന്നാലും കുറെ തെറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ആളുകൾ കുറെ കൂടെ ലിറിസിസ്റ്റിനെ നോട്ട് ചെയ്യണം. അത് ആളുകളുടെ, പബ്ലിക്കിന്റെ കുഴപ്പമല്ല കേട്ടോ. പബ്ലിക്കിന് നാച്ചുറലി പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു കൾച്ചർ, സിംഗറിന്റെ പേരിൽ പാട്ട്, ഇപ്പൊ ദാസേട്ടനെ പോലെ ഒരാളൊക്കെ ഉള്ളതുകൊണ്ട്
നമ്മളിപ്പോൾ രാവേറെയായി പോവേ മധുബാലകൃഷ്ണന്റെ പാട്ട് എന്ന് പറയാൻ നമുക്ക് ശീലം, അല്ലെങ്കിൽ ഉണരുമീ ഗാനം ജി വേണുഗോപാലിന്റെ പാട്ട്, അതങ്ങനെ നമുക്ക് ടാഗ് ചെയ്താണ് നമുക്ക് ശീലമുള്ളത്. ആ ശീലം ആരുടെയും കുഴപ്പമൊന്നുമല്ല. സിംഗേഴ്സും ഓഫ് കോഴ്സ് പാട്ടിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ, ഈ സിംഗേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ട് ഉണ്ടായത് ഒരു എഴുത്തുകാരിൽ നിന്നും അത് കമ്പോസ് ചെയ്ത ആളിൽ നിന്നുമാണ്. കമ്പോസറിന് ഇപ്പൊ റിയാലിറ്റി ഷോ യുഗത്തിന് ശേഷം കമ്പോസറിനെ ആൾക്കാർക്ക് അറിയാം. ഇവര് വന്ന് ആൾക്കാരുടെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അവരുടെ ഷോസ് വരുന്നുണ്ട്, അവർ പെർഫോം ചെയ്യാൻ തുടങ്ങി. പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും അറിയാം. ലിറിസിസ്റ്റിന് അതും പറ്റത്തില്ല. ഇപ്പൊ ഞാനിവിടെ വന്നിരുന്ന 4 പാട്ട് പാടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എഴുതി അത് വേറൊരാൾ പാടുമ്പോഴേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും അവരെ വിസിബിലിറ്റി അറിയിച്ചാൽ മാത്രമേ അവരെ നോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഫ്രണ്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പം ലിറിസിസ്റ്റ് ആണെങ്കിലും ഇപ്പം എഡിറ്റേഴ്സിനെ പറ്റി പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ ഗ്രേഡിങ് ചെയ്യുന്ന ആളുകൾ. ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ഒരേ എഫേർട്ടാണല്ലോ. സിനിമാറ്റോഗ്രാഫ് കുറച്ചുകൂടെ കുറച്ചുകൂടെ സെലിബ്രേറ്റഡ് ആവുന്നതേ ഉള്ളൂ. ഇതിനെ എല്ലാം നോട്ടീസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലേ? ലൈക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? എനിക്കറിയില്ല സൊല്യൂഷൻ, ഒരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഈ സിനി ഫൈൽസ് എന്ന് പറയുന്ന ആളുകൾ അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ സിനി ഫൈൽസ് എന്ന് പറയാത്ത കോമൺ പബ്ലിക് അത് ചെയ്യണമെന്ന് അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഞാൻ സിനിമ ഫാനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അവരത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തന്നെ ഇത് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പ്രമോദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയാണ് വന്ന് പറയാൻ തുടങ്ങിയത്, ഈ പാട്ട് ചെയ്തത് ഇന്ന മ്യൂസിക് ഡയറക്ടറാണ്, ഇന്ന ലിറിസിസ്റ്റ് ആണ്, ഈ സിനിമ ചെയ്തത് ഇന്ന സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറാണ്. പുള്ളി പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു ഫാസിനേഷൻ തോന്നി, ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് കിട്ടിയിട്ടാണ് ഞാനിത് പിന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് ഇത് ചെയ്യുന്നത് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റി. പിന്നീട് ഞാൻ എന്ത് സിനിമ കണ്ടാലും ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാൽ ഇത് ആരാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എഫേർട്ട് നമ്മൾ ആസ് എ പാർട്ട് ഓഫ് അവർ ഹാബിറ്റ്. നാളെ ഒരു പാട്ട് നിങ്ങൾ എവിടെ കേട്ടു, നല്ല പാട്ട് ഇഷ്ടപ്പെട്ടു, ഒരു മിനിറ്റ് മതി ഇന്നത്തെ കാലത്ത് അതൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഇത് ചെയ്ത ആരാണ്, എഴുതിയ ആരാണ് എന്നൊക്കെ നോക്കാൻ. അപ്പൊ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരും തയ്യാറായ പെട്ടെന്ന് പരിപാടി നടക്കും. അത് അത്രേ ഉള്ളൂ. പണ്ടൊന്നും പറ്റില്ലല്ലോ. പണ്ട് നമുക്ക് അറ്റ് ദ ഫിംഗർ ടിപ്പ് നമുക്കത് ഇല്ലല്ലോ, ഇപ്പൊ അതുണ്ട്. പിന്നെ നമ്മൾ ആ എഫേർട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ 2025 ഭയങ്കര കളർഫുൾ ആയിട്ട് പോയ വർഷമാണ്. ലൈക്ക് ഇതുവരെ പ്രത്യേകിച്ച് പൈങ്കിളിയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയി വരുന്നു. എനിക്കൊന്നും ഇതിന് നേരെ തിരിച്ചിട്ടുള്ള ഒരു മൂഡായിരുന്നു ചെത്ത് സോങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. ചെത്ത് സോങ്ങിലെ ചെത്തുപാട്ട് എന്ന് പറഞ്ഞ അത് ഭയങ്കര നാടനായിരിക്കും, അതേ സമയത്ത് ഇപ്പുറത്ത് വന്നിട്ട് ഭയങ്കര ന്യൂജൻ വൈബിലേക്ക് ഒരു സംഗതി കൊടുക്കുന്നു. 2025 ഇതുവരെയുള്ള ഒരു സമയം വിനായകനെ സംബന്ധിച്ചിടത്തോളം എത്ര കളർഫുൾ ആണ്? എനിക്ക് തോന്നുന്നു വളരെയധികം കളർഫുൾ ആണ്. ഞാൻ ഈ വർഷം ശരിക്കും ഒരു എക്സ്പെരിമെന്റൽ ഫേസിലാണ്. ഞാൻ ജനുവരി മുതലേ ഞാൻ തീരുമാനിച്ചു ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെ തന്നെ കോൺഷ്യസ്ലി സെലക്ട് ചെയ്ത കുറച്ച് സിനിമകളാണ് ഈ വർഷം ചെയ്തത്. ഇപ്പോൾ കുറെ മെലഡീസ് ഞാൻ അതിന് മുമ്പ്, അതായത് 2019 സമയം മുതൽ കുറച്ച് വർഷങ്ങൾ ഞാൻ കുറെ മെലഡീസ് എഴുതി. ഇപ്പൊ അമ്പിളിയിലെയും ആരാധിക പോലത്തെ പാട്ടുകൾ, പവിഴമഴയെ പോലത്തെ ജൂണിലെ പാട്ട്, അപ്പൊ അങ്ങനെ മെലഡീസ് കുറച്ച് എഴുതി. അത് കഴിഞ്ഞിട്ട് 2024 വേറെ കുറച്ച് ആവേശത്തിലെ പോലത്തെ പാട്ടുകളും വാഴയിലെ പോലത്തെ പാട്ട് അതൊക്കെ എഴുതി. അപ്പൊ ഇനി എഴുതിയ സാധനം തന്നെ വീണ്ടും ഇപ്പൊ ഇല്ലുമിനാറ്റി കഴിയുമ്പോൾ സിനിമയിലെ ഒരു സ്വഭാവമാണത്, ഒരു പാട്ട് ഹിറ്റ് ആകുമ്പോൾ പിന്നെ അതുപോലത്തെ കുറെ പാട്ട് ചെയ്യാൻ വരും. അപ്പൊ എനിക്ക് കുറെ ഇല്ലുമിനാറ്റികൾ വരാൻ തുടങ്ങി. ഇല്ലുമിനാറ്റി അല്ല, ഇതുപോലത്തെ വേറെ രംഗണ്ണന്റെ പാട്ട് പോലെ വേറെ കുറെ അണ്ണന്മാരുടെ വർഷിപ്പ് സോങ്സ് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇതല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ സുഷിൻ എനിക്ക് അന്നേ പറയും, ഇതുപോലത്തെ പാട്ടിന് നീ ചെയ്യണ്ട, ഇത് ഇവിടെ കഴിഞ്ഞു. സുഷിൻ ആ ബോധമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഞാൻ വേണ്ട വെച്ചിട്ട് വേറെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാം. അപ്പോഴാണ് പൈങ്കിളി വരുന്നത്. പൈങ്കിളിയിൽ ഇതുവരെ ചെയ്യാത്ത കുറെ പാട്ടുകൾ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു എക്സാജറേറ്റഡ് ഓവർ ദ ടോപ്പ് സിനിമ ആയതുകൊണ്ട് തെറ്റി ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി അത് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ ഒരു പാട്ട്, തമിഴ് പാട്ടുണ്ട്, വാഴ്ക്കൈ 80 അൻപിനിൽ എന്നുള്ള പാട്ട്. അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അത് തമിഴന്മാർ കേട്ട് കഴിഞ്ഞാൽ 1960കളിൽ ഇറങ്ങിയ ഒരു MS വിശ്വനാഥൻ സോങ് പോലത്തെ, MGRന്റെ ഒക്കെ, ജമിനി ഗണേശന്റെ ഒക്കെ ഒരു പാട്ട് പോലെ തോന്നും. അവർക്കത് ആസ്വദിക്കാൻ പറ്റണം നൊസ്റ്റാൾജിക് ആയിട്ട് തന്നെ. എന്നാൽ മലയാളികൾ കേട്ട് കഴിഞ്ഞാൽ അത് ചിരിക്കണം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നി. അങ്ങനത്തെ കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ പാട്ട്, അത് ഈ പറഞ്ഞ അൽവാക്കണ്ണാളെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ
ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എഴുതിയെന്ന് ആരും പറയരുത് എന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ അതൊക്കെ എഴുതിയത്. അപ്പൊ റേ വരുന്നു, അപ്പൊ അത് വേറെ രീതിയിലൊരു എക്സ്പെരിമെന്റേഷൻ. ഓണം മൂഡ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വർഷമാണ്. ഇനിയും ഇപ്പൊ ലോകയിൽ ഒരു ട്രാക്ക് ഉണ്ട്, ഇറങ്ങിയിട്ടില്ല. അതും ഇങ്ങനെ പലതരം ഭ്രാന്ത് പിടിച്ച എഴുത്തുകളുടെ ഒരു വർഷം. ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് തീരുമാനിച്ചു. ആദ്യം മെലഡി എഴുതിയ സമയത്ത് ഈ ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ലിറിക്സിൽ ഭയങ്കര ഡീപ്പായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈവൻ പറവയിലെ പാട്ടുകളിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. ചില വരികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയോ പ്രിയപ്പെട്ട മനുഷ്യരെയൊക്കെ ഓർമ്മ വരുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പം ഇത്തരം ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് അല്ല അവരുടെ ഇമോഷൻസിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് ഒരു ഹൈ കിട്ടുന്ന പരിപാടിയാണോ? ഉറപ്പായിട്ടുമാണ്. ശരിക്കും ഒരു ലിറിസിസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലറാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിന് എഴുതാൻ പറ്റാത്ത കാര്യം നമ്മൾ എഴുതി കൊടുക്കുന്നു എന്നുള്ള ഫീലാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റിൽ എഴുതിയ കാര്യം നമ്മൾ കുറച്ച് താളത്തിൽ എഴുതുന്നു എന്ന രീതിക്കാണ് ഞാൻ പാട്ടുകൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പാട്ട് എഴുതുന്നതിന് മുമ്പ് നറേഷൻ കേൾക്കാറുണ്ട് സിനിമയുടെ. ഞാൻ പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പാട്ടുകൾ എഴുതുന്നൊരു സിനിമയാണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യാൻ അവരോട് പറയാറുണ്ട്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഒരു ഫസ്റ്റ് എഡിറ്റ് ഉണ്ടെങ്കിൽ ഫുൾ സിനിമയിരുന്ന് കാണും. സോ ദാറ്റ് എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ട്യൂൺ അയച്ച ഒരു പാട്ട് എഴുതുന്നു പറയും, ഞാൻ പറയാം അത് പോരാ, എനിക്കൊരു ഫുൾ പിക്ചർ കിട്ടണം. ഏത് സ്റ്റേജിലാണ് ഈ പാട്ട് വരുന്നത്, അതിന് മുമ്പ് ഈ ക്യാരക്ടേഴ്സിന്റെ ട്രാവൽ എന്താണ്, ഇത് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ പരദീസ എന്നുള്ള പാട്ട് എഴുതുമ്പോൾ അറിയാം ഈ പാട്ട് കഴിഞ്ഞ് ആ ക്യാരക്ടേഴ്സ് മരിക്കാൻ പോകുന്നുള്ളത്. ആ ഇൻഫർമേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ചെറിയൊരു പെയിൻ എനിക്ക് നേരത്തെ ഇടാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിന്റെ ഒരു ദുഃഖം എന്താണെന്നൊക്കെയുള്ള പരദീസം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ആ പാട്ടിന് വരാൻ കാരണം. അല്ലെങ്കിൽ ആടുന്നവർ ആടട്ടെ, പാടുന്നവർ പാടട്ടെ, ചേരുന്നവർ ഒന്നായി ചേരട്ടെ, അതിന് കെൽപ്പുള്ള ഭൂമി നിൻ പരദീസ എന്ന ആ പാട്ടിൽ എഴുതാൻ കാരണം അത് കഴിഞ്ഞ് ഇവര് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് റിലീജിയനിൽ നിന്ന് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേര് മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം സിനിമയിൽ വരുന്നോണ്ടാണ് ഇങ്ങനൊരു പാട്ടായിട്ട്. അല്ലെങ്കിൽ അതൊരു ഡാൻസ് പാട്ടേ ഉള്ളൂ, അവർക്ക് എന്ത് പറഞ്ഞും ഡാൻസ് ചെയ്യാം, എന്ത് പറഞ്ഞും പാടാം. പക്ഷെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് അവർ പാടണം, പരദീസയെ പറ്റി തന്നെ സംസാരിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം ആ എൻറ്റയർ സ്റ്റോറി ലൈനാണ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ നരേഷൻ ഉണ്ടാവോ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന്? ഇപ്പം ഇത്ര പാട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കഥ പറയേണ്ടത് ഒരു കമ്പോസർ ആണോ അതോ ഡയറക്ടർ ആണോ? ഞാൻ ഡയറക്ടറുടെ അടുത്ത് നിന്ന് കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ റൈറ്റർ ഉണ്ടെങ്കിൽ റൈറ്ററുടെ അടുത്ത് നിന്ന് കേൾക്കും. മ്യൂസിക് ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം എന്താണ് ഈ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ എല്ലായിടത്തും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ജോൺ പോൾ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുണ്ട്, ഗപ്പി അമ്പുളിയൊക്കെ ചെയ്ത. ശരിക്കും അദ്ദേഹം കഥ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. ഈ രണ്ട് സിനിമയുടെയും കഥ പറഞ്ഞപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് കണ്ണ് നിറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ വരുന്നുണ്ട്, അപ്പൊ അതിലെയും പാട്ടുകൾ എഴുതുന്നുണ്ട്. അതിലും എനിക്ക് ഇതുപോലെ തന്നെ കഥ പറഞ്ഞ് എന്നെ കണ്ണ് നനയിച്ച് കളഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ലിറിക്സിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ തനിയെ മിഴികളും ഈ പറഞ്ഞ ആരാധികയും ഒക്കെ, അതിലൊക്കെ ഒരു എലമെന്റ് ഓഫ് പെയിൻ ഉണ്ട്. അത് ഒന്ന് ലവ് സോങ് ആണ്, മറ്റേതൊരു മോട്ടിവേഷണൽ സോങ് ഒക്കെയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒരു ഡീപ്പ് ലെയർ ഓഫ് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു പെയിൻ്റെ എലമെന്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ കഥ കേട്ട് ഞാൻ കണ്ണു നനഞ്ഞ ഒരു സംഭവത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, തനിയെ മിഴികളൊക്കെ ശരിക്കും ആ കുട്ടിയുടെ ഒരു, നമുക്ക് ഒരിക്കലും ആ കുട്ടിയുടെ മാത്രമായിട്ട് തോന്നില്ല. ലൈക്ക് വെനെവർ ഐ ഹിയർ ദാറ്റ്, ലൈക്ക് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഞാനാണ് അവിടെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ ചുറ്റുമാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പം ഈ കഥ കേൾക്കുന്ന സമയത്ത്, ലൈക്ക് ലിറിക്സിലേക്ക് കടക്കുന്ന സമയത്ത് ആ കഥാപാത്രമായിട്ട് മാറുന്ന, ഇപ്പം പലപ്പോഴും ആക്ടേഴ്സ് അങ്ങനെ ചെയ്ത് പറയാറുണ്ടല്ലോ, ആ കഥാപാത്രത്തിലേക്ക് മാറുന്നു, അവരുടെ ഷൂസിലേക്ക് മാറുന്നു എന്ന്. ലിറിസിസ്റ്റിന് അങ്ങനെ ഉള്ളൊരു എക്സ്പീരിയൻസ്? ഞാൻ അങ്ങനെ മാറാറുണ്ട്, ഒട്ടുമിക്ക സമയത്തും മാറും. എസ്പെഷ്യലി ട്യൂണും കൂടെ ഭയങ്കര ടച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന കഥാപാത്രമായി മാറും. ഞാൻ മറ്റേ അതിരനിലെ ആട്ടുതൊട്ടിൽ എന്നുള്ള പാട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ഏജും, ഇത് ഒരു രഞ്ജി പണിക്കർ സാറ് ചെയ്യുന്ന അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു പാട്ടാണ്. അത് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടൊരു മകളെ പറ്റി, ആ മകളെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അച്ഛൻ. അപ്പം എന്ന് പറയുമ്പോൾ എനിക്കത് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളതായിട്ട് മാറണം, നമ്മൾ ശരിക്കും എംപതൈസ് ചെയ്യണം. എംപതൈസ് ചെയ്ത് അയാളായിട്ട് മാറി എന്തായിരിക്കും അയാളുടെ ദുഃഖം, അയാൾ ഇനി എത്ര കാലം ഭൂമിയിൽ ഉണ്ടാവും എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. ഞാൻ പോയ ഈ മകളെ ആര് നോക്കും, അവൾ എങ്ങനെ വളരും, ഇതൊക്കെ ആയിരിക്കും അയാളുടെ ചിന്ത. എൻ്റെ പൊന്നു ഡാർക്ക്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പാട്ട് എഴുതാൻ വേറെ മൂഡാ, വേറെ ഫീലാ. അപ്പൊ അങ്ങനെ ഏത് പാട്ട് എഴുതുമ്പോഴും പാഡിയോ സമീകം എന്ന് പറഞ്ഞ പടം, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കഥ പറച്ചില്. അപ്പൊ അത് വേണ്ടി ഈ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ കയറിയിരുന്ന്
അയാളുടെ ജീവിതം ആലോചിക്കുമ്പോൾ ഇത് തമാശയായിട്ടൊക്കെ പോകുന്നെങ്കിൽ എന്താണ് ഇയാളുടെ ജീവിതം. മറ്റേയാളുടെ ക്യാരക്ടറിൽ, സുരാജേട്ടൻ്റെ ക്യാരക്ടറിൽ പ്രിയമോ, അതും ഭയങ്കര ടച്ചിങ്. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടാണ് അതിലെ പാട്ടുകൾ എഴുതുന്നത്. ഇത് എല്ലാ സിനിമയിലും സംഭവിക്കുന്നുണ്ട്. എന്നെ കഥ പറഞ്ഞ് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പാട്ടെഴുതി ഇംപ്രസ് ചെയ്ത് കളയും. എനിക്ക് അതാണ് എന്റെ പരിപാടി. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിലായി കഴിഞ്ഞാൽ ആക്ടേഴ്സ് പുറത്ത് കിടക്കാനും പ്രയാസമെന്ന് പറയാറുണ്ട്. അങ്ങനെ എപ്പോഴേലും ഏതെങ്കിലും ക്യാരക്ടറിൽ ഹുക്ഡ് ആയിട്ട് ഇരുന്നു പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇരുന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ സാധനം ഇറങ്ങാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗും ആയിരിക്കും. ഇങ്ങനെ ഇതൊന്നും ഇറങ്ങിയിരുന്നെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഇത് റിസീവ് ചെയ്യുന്നത്, സിനിമ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, പാട്ട് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് ആ റിലീസ് കഴിഞ്ഞ് തന്നെ സാധനം ഈ ക്യാരക്ടർ ഇറങ്ങിപ്പോവുള്ളൂ. അതുവരെ ഇത് മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഞാൻ വേറൊരു കാര്യം മുന്നേ വിനായകൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അഗൈൻ റിപ്പീറ്റേഷൻ ആണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഈ എഴുത്തുകളിൽ പലപ്പോഴും പലരും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിനായകൻ്റെ പലപ്പോഴും യോണേഴ്സ് മിക്സ് ആയിട്ട് വരുന്നുണ്ട്, പല പല ഏരിയകളിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സിനിമ തരുന്ന മൂഡും അതിനനുസരിച്ച് ചേഞ്ച് ആവാറുണ്ട്. എപ്പോഴെങ്കിലും ഇതിനകത്തൊരു സാച്ചുറേഷൻ പോയിന്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴും ഫീൽ ചെയ്യും. എപ്പോൾ ഫീൽ ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലൊരു ഡിഫറെന്റ് എക്സ്പെരിമെന്റിലേക്ക് കടക്കും. ചെയ്ത സാധനങ്ങൾ വീണ്ടും ചെയ്യാൻ ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ ഫേസ് എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നടക്കുന്ന അവിടുത്തെ തീരദേശ മേഖലയിലുള്ള ആളുകളുടെ ഭയങ്കര റോ ആയിട്ടൊരു സിനിമയാണ്. അപ്പൊ അവരുടെ ഭാഷയിൽ പാട്ട് എഴുതണം. എനിക്ക് ചെയ്യാൻ അറിയില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊല്ലത്ത് പോകണം, ഇവരുമായിട്ട് കുറെ ഇന്ററാക്ട് ചെയ്യണം, കുറച്ച് ദിവസങ്ങളവിടെ സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് ഇത് പഠിച്ചിട്ട് എനിക്ക് എഴുതണം. അപ്പൊ എനിക്ക് പുതിയ കാര്യം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി. അപ്പൊ ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ചിലപ്പോൾ അത് പാളാന്ന് വെച്ചാൽ എനിക്കറിയില്ല, പാളാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കും. പക്ഷെ അത് ചെയ്യുന്നതിലുള്ളൊരു എക്സൈറ്റ്മെന്റ് വലുതാ. വീണ്ടും ചെയ്ത പോലത്തെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നതിനേക്കാളും ബോറിംഗ് ആയിട്ടൊരു അത് ഭയങ്കര ആ സാച്ചുറേഷനെ എത്തി. അതുകൊണ്ടാണ് ഇപ്പൊ ഓണം മൂഡ് പോലത്തെ, എനിക്ക് ഓണത്തിന് ഒരു മെലഡി എഴുതാൻ പറ്റായില്ല. അപ്പൊ ബിപിൻ അശോകന് അത് കമ്പോസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടും അല്ല. ഓണത്തിന് ഇഷ്ടം പോലെ മെലഡികളുണ്ട്, അതിന്റെയൊക്കെ ആരാധകരാണ് ഞങ്ങൾ എല്ലാവരും. ഈ വർഷം ഓണത്തിന് വീണ്ടും ഒരു 20-30 മെലഡി ആൽബംസ് ഇറങ്ങും. പക്ഷെ അതുമാത്രം പോരല്ലോ ഓണത്തിന്. ഇപ്പോൾ ഓണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ട്. ആ നൊസ്റ്റാൾജിയെ ഈ മെലഡീസ് എല്ലാം അഡ്രസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഓണത്തിന് ഒരു ഹൈ എനർജി ആസ്പെക്റ്റും കൂടി ഇല്ലേ. ഇപ്പോൾ വടംവലി എന്ന് പറയുമ്പോൾ ഹൈ എനർജിയാണ്, വള്ളംകളി എന്ന് പറയുമ്പോൾ ഹൈ എനർജിയാണ്, ഉത്രാട പാച്ചിൽ എന്ന് പറഞ്ഞാൽ പാച്ചിൽ എന്നുള്ള വാക്കിനൊരു ഹൈ എനർജി മൂഡാണ്. ഈ ഹൈ എനർജി, സദ്യക്ക് നല്ല എനർജി, ഈ ഹൈ എനർജീനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു പാട്ടിലൂടെ. അപ്പോൾ എന്തുകൊണ്ടൊരു ഡാൻസ് പാട്ട് ഓണത്തിനായിക്കൂടാ? അപ്പോൾ ഒരു ഓണം മൂടുന്നൊരു പാട്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ഇത്രയും 1.5 കോടി വ്യൂസോളം ആയി, ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. എന്നാൽ ആ മൂഡിൽ നമ്മൾ ഇരുന്നാലേ നമുക്ക് ഈ പ്രത്യേകിച്ച് മലയാളത്തിൽ എക്സ്പെരിമെന്റേഷൻ നടത്തുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. തമിഴിലും തെലുങ്കിലും ലിറിക്സിലൊക്കെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ആ ഭാഷയ്ക്ക്. ഇംഗ്ലീഷ് വാക്കുകൾ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. പുതിയ കാര്യങ്ങൾക്കെല്ലാം തമിഴ് വാക്കുകളുണ്ട്. ഫോണിന് തമിഴ് വാക്കുണ്ട്, ഫ്രണ്ട്സിന് തമിഴ് വാക്കുണ്ട്, ഇൻസ്റ്റാഗ്രാമിന് ഫേസ്ബുക്കിന് വരെ ഒരു മിക്കവാറും തമിഴ് വാക്ക് കണ്ടുപിടിച്ച് കാണും. ഈസിയാണ്. അപ്പോൾ ബസ്സിനുണ്ട്, വിൻഡോ സീറ്റിനുണ്ട്. ഇതൊന്നും മലയാളത്തിലില്ലല്ലോ. നമുക്കിത് എഴുതണമെങ്കിൽ നമ്മളിരുന്ന് കഷ്ടപ്പെടണം. ഈ മലയാളം ഭാഷേനെ ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അത് സാൻസ്ക്രിറ്റ് ബേസ്ഡ് ആയിട്ടൊരു ഭാഷ ആയതുകൊണ്ടാണ് ഒരു 65% വാക്കുകളും മലയാളത്തിലുള്ള സാൻസ്ക്രിറ്റിൽ നിന്ന് വന്നതാണല്ലോ. തമിഴ് ഒരു 30% ഉണ്ടെങ്കിൽ ബാക്കി എനിക്കൊന്ന് സാൻസ്ക്രിറ്റ് ആണ് കൂടുതൽ നിൽക്കുന്നത്. നമ്മുടെ ലിപിയും അങ്ങനത്തെ ലിപിയാണ്, തമിഴ് ലിപി പോലത്തെ ലിപി അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തിരി പാടാ. അപ്പൊ ഈ പോയാ പോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റില് നമ്മൾ ഇരുന്നാലേ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറയുന്ന പോലെ ഓണം മൂഡ്, ലൈക്ക് ഒരു മൂഡ് എന്നുള്ള ഒരു വാക്കുകളുണ്ടല്ലോ, ഇത്തരം വാക്ക് ഇപ്പൊ സ്കില്ലാഡി എന്ന് പറയുന്ന വാക്ക് വരുന്നു. ഇനി പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഇംഗ്ലീഷായിട്ട് ബ്ലെൻഡ് ചെയ്യിക്കുന്ന വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും അത് വള്ളി പിടിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്യോർ ആയിരിക്കണം പാട്ട്, അല്ലെങ്കിൽ പാട്ടിന്റെ ശുദ്ധി ഉണ്ടാവണം, പാട്ടിന് ഇത്ര വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിലെ മൂഞ്ചി എന്നുള്ള വരി വരുന്ന സമയത്ത് അതിനെ മറ്റു തരത്തിൽ വായിക്കുന്ന ആളുകളുണ്ട്, അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, അതേസമയം അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഒരു റവല്യൂഷൻ കൂടി ആവുന്നുണ്ടല്ലോ. എങ്ങനെ ഈ വാക്കുകൾ കോയിൻ ചെയ്തെടുക്കുന്നത്, അല്ലെ എങ്ങനെ അതിലേക്ക് തോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ട്രെൻഡിങ് വാക്കുകളെ സ്പോട്ട് ചെയ്ത് പിടിച്ച് കവിതയിലേക്ക് ഇടുന്നത്? സത്യം പറഞ്ഞാൽ മലയാളത്തിലെ കുറെ എല്ലാ പാട്ടെഴുത്തുകാരും ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഒരു 50 വാക്കുണ്ട്. മഴ, പുഴ, നിലാവ്, കിനാവ്, ഓളം, തീരം, കാറ്റ്, തെന്നല്, മിന്നല്, മഴവില്ല്, കുയില്, കിളി, കുരുവി,
സന്ധ്യ, രാവ്, താരം, ഇങ്ങനെ ഇത് നമ്മുടെ ചോറും ഇതൊക്കെ ഇത് തന്നെയാണ്. നമ്മുടെ അരിയും ഗോതമ്പും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ ദോശ ചുട്ട് കഴിക്കും, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും. ഞാനും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. മെലഡീസിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കും, ഇനി ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഈ ദോശയും ചപ്പാത്തിയും അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും മാറി കഴിക്കാൻ തോന്നില്ലേ? ഇടയ്ക്കൊരു ബർഗർ, പൊറോട്ട ബീഫ്, ഒരു നൂഡിൽസ്, പിസ്സ, ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് അതും കഴിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം വാക്കുകൾ വരുന്ന ഇത്തരം പാട്ടുകൾ. പിന്നെ ഭയങ്കരമായിട്ട് ഓഡിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കേൾക്കുന്ന ജനറേഷൻ വേറെയാണ്. ഒരു 5 വർഷം കഴിയുമ്പോൾ ആ ജനറേഷൻ മാറി അടുത്ത ജനറേഷൻ പാട്ട് കേൾക്കാൻ തുടങ്ങും. അപ്പൊ ഇവർക്ക് കൂടെ മനസ്സിലാവുമ്പോഴേ ഒരു പാട്ടെടുത്ത് കമ്മ്യൂണിക്കേഷൻ കൂടിയാണല്ലോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാര്യം പറഞ്ഞാൽ പോരല്ലോ, അപ്പുറത്തിരിക്കുന്ന ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് പുതിയ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ പുറകിലുള്ള ചിന്ത. ഇപ്പൊ വിനായകന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലുള്ള ഏത് സാഹചര്യത്തിലേക്കും എടുത്തു വെക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട്. മരണത്തെ പറ്റി തന്നെ ഒരു 3-4 പാട്ടായി. ഞാൻ മരിക്കുമ്പോ എല്ലാവർക്കും ഇടാൻ ഒരു 4-5 ഓപ്ഷൻസ് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോ. അപ്പൊ ചോദിക്കാൻ വന്നത്, ഓണത്തിന് വാട്ട് വിൽ ബി യുവർ BGM? ഞാൻ കേൾക്കുന്ന ഈ ഓണത്തിന് അല്ലെ മൊത്തം വിനായകന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു മൂഡ് ഫോർ ഓണം, വാട്ട് ഈസ് യുവർ സോങ്? അല്ല, ഇപ്പോഴത്തെ സോങ് ഓണം മൂഡ് തന്നെയാണ്. ഇതുവരെ എനിക്ക് കേട്ടിട്ടുള്ള മറ്റേ വിദ്യാസാഗർ സാറിന്റെ മറ്റേ ഫ്ലൂട്ട് ബീറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന ഓണത്തിന് വരുന്ന ഒരു ഫ്ലൂട്ട് ബീറ്റ്, മറ്റേ ആ സാധനമാണ്. ചാനലിലൊക്കെ ഫസ്റ്റ് അത് തന്നെ അത് വിദ്യാസാഗർ സാറിന്റെ ഒരു ആൽബത്തിലെ പറന്നിറയെ പൊന്നിളക്കുന്ന ഒരു പാട്ടിന്റെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ട്. അതിന്റെ ഒരു ഇതാണ്. എനിക്ക് അത് വരുമ്പോഴാണ് പെട്ടെന്ന് ഓണമായി എന്നുള്ളൊരു ഫീല് വരുന്ന ഒരു മ്യൂസിക്. അതുകൊണ്ട് ഒരു സൈഡില് ഇപ്രാവശ്യം നമ്മുടെ ഈ ഓണം മൂഡ് ഉള്ളത് കൊണ്ട് അതിന്റെ സാധനം തന്നെയാണ്. പലയിടത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു കഫേ പോയിരിക്കുമ്പോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ റാൻഡം സ്ഥലത്ത് ഞാൻ തന്നെ പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ കൊള്ളാം, ഇത് മൂവ്മെന്റ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ കുറെ വീഡിയോസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പല ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ. മലയാളികൾ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ഓണാഘോഷിക്കും. ഓഗസ്റ്റിലാ അത് ഓണാഘോഷം എത്ര നേരത്തെ തുടങ്ങും നമുക്കറിയാം. കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെ എത്രയോ മലയാളി അസോസിയേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഓണാഘോഷം വേണ്ടേ? അത് ഓണത്തിന് 1.5 മാസം മുമ്പ് തുടങ്ങും. ഓണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞായിരിക്കും ഏറ്റവും അവസാനത്തെ ഓണാഘോഷം. നവംബറിലൊക്കെ ഓണാഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരം ഓണാഘോഷങ്ങൾക്ക് ഒരു പാട്ട് വേണ്ടേ ഡാൻസ് ചെയ്യാൻ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓണം മൂഡ് ഇറക്കി. അപ്പൊ കുറെ സാധനം വീഡിയോസ് വരുന്നുണ്ട്. കസേര കളിക്ക് ഉപയോഗിക്കുന്നു ഈ പാട്ട്. മറ്റേ മ്യൂസിക് സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യണ്ടേ? അപ്പൊ ഓണം മൂഡ് ഇട്ടിട്ടാണ് കസേര കളിക്കുന്നത്. അപ്പൊ നൈസായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്രാവശ്യത്തെ ഓണം ഈ പാട്ട് കൊണ്ടുപോയി, എന്റെ ഓണം കൊണ്ടുപോയി. ഓക്കെ, സോ ഇനി ക്രിസ്മസിനും അടുത്ത ന്യൂ ഇയറിനും ഇനി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും കൈ നിറയെ കുറെ പാട്ടുകൾ ഉണ്ടാവട്ടെ. പാട്ടല്ലാതെ സിനിമയിലേക്ക് മറ്റ് അറ്റംപ്റ്റുകൾ? ഞാനൊരു സീരീസിന്റെ സ്ക്രിപ്റ്റ് എഴുതി, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. എനിക്ക് ഡിസംബറിൽ അത് റിലീസ് ആവേണ്ടതാണ്. അത് ഒഫീഷ്യലി അനൗൺസ് ആവും റിലീസിനോടനുബന്ധിച്ച്. അത് കുറച്ച് മുമ്പേ ചെയ്തതാണ്. അതല്ലാതെയും ബാക്കി കാര്യങ്ങൾ പണിപ്പുരയിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വെളിച്ചം കാണുമ്പോൾ അറിയിക്കാം. ഓക്കെ, സോ നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല കഥകൾ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ഓണാശംസകൾ. ചന്ദ്രയ്ക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.